ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഗർഭധാരണം നടന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം കേട്ടോ. ഒരുപാട് പേര് ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഓവുലേഷൻ ടൈമിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും വെയിറ്റ് ചെയ്യുന്നത് എപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണ് എന്നറിയാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യമായിരിക്കും. പലരും തന്നെ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പലർക്കും നെഗറ്റീവ് കിട്ടാറുണ്ട്, ചിലർക്ക് പോസിറ്റീവ് കിട്ടാറുണ്ട്, ചിലർക്ക് ഫെയിന്റ് ലൈൻ കിട്ടാറുണ്ട്. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് എത്ര വേഗം നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണ് എന്നറിയാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താഴെ എന്റെ മോൻ കിടന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിന്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും, ഡിസ്റ്റർബൻസ് ആകും എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഒന്ന് ടോളറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്നും മൂപ്പ് എത്തിയിട്ടുള്ള ഒരു അണ്ടം പുറത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓവുലേഷൻ ഉണ്ടാകും. ഈ ഓവുലേഷൻ നടന്നിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന പുരുഷന്റെ സ്പേം നേരത്തെയാണ് എത്തുന്നതെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിൽ എഗ്ഗിനെ കാത്തു നിൽക്കും. അല്ല, ആ ഒരു സമയത്താണ് എഗ്ഗും സ്പേമും ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ അപ്പം തന്നെ നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുകയുമാണ് ചെയ്യാറ്. ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകും. ഈ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നത് ഓവുലേഷന്റെ എക്സാക്ട് ദിവസം തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഉള്ളിലെത്തുന്ന സ്പേമുമായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു 30-35 മിനിറ്റ്സിനുള്ളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു 30-35 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകും. എന്നാൽ നേരെ മറിച്ച് സ്പേം ആണ് ശരീരത്തിൽ ആദ്യം എത്തുന്നതെങ്കിൽ അത് എഗ്ഗ് എപ്പോഴാണോ വരുന്നത് അതിനെ കാത്തു നിന്നിട്ടായിരിക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നത്. ഇതിനൊരു പ്രഗ്നൻസി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അവിടെ നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്, അതായത് ബീജസങ്കലനമാണ്. എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആകുന്ന ആ ഒരു ഫെർട്ടിലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഈ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 6 to 12 ഡേയ്സ് എടുക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ഫലോപ്പിയൻ ട്യൂബിൽ വഴി സെൽ ഡിവിഷൻ ഒക്കെ കഴിഞ്ഞ് സെൽ ഡിവിഷൻ ഒക്കെ കഴിഞ്ഞ് യാത്ര ചെയ്ത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുന്ന ഒരു പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 6 to 12 ഡേയ്സ് എടുക്കും നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കണമെങ്കിൽ. ഈ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രമേ നമ്മളുടെ ശരീരത്തിൽ ആ ഒരു HCG ഹോർമോൺ പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ഈ ഒരു HCG ഹോർമോൺ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിയുമ്പോൾ, അതായത് HCG ഹോർമോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടി കഴിയുമ്പോഴാണ് നിങ്ങൾ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ സമയത്ത്, അതായത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ HCG ഹോർമോണിന്റെ പ്രഭാവവും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻക്രീസും നമ്മളിൽ ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഫോർ എക്സാമ്പിൾ, മോർണിംഗ് സിക്നസ് ആയിട്ടുള്ള വൊമിറ്റിംഗ്, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി, ഫെയിന്റിംഗ് ആയിട്ട് പോവുക, നമ്മൾ എക്സ്ട്രീം ടയർഡ്നെസ് ഫീൽ ചെയ്യുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. HCG ഹോർമോണിന്റെയും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും പ്രഭാവം നമ്മുടെ ശരീരത്തിൽ ഏർലി പ്രഗ്നൻസിയുടെ ആ ഒരു സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുന്ന ആ ഒരു സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്ത്രീകളിലും മോർണിംഗ് സിക്നസ് അവിടെ ഭയങ്കരമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ മോർണിംഗ് സിക്നസ് ഉള്ള സ്ത്രീകൾക്ക് പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോൾ. എന്നാൽ നേരെ മറിച്ച് വേറൊരു കാറ്റഗറി സ്ത്രീകളുണ്ട്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇവൻ നമ്മുടെ ഡേറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും ഒരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാത്തവരെ. ഒരുപാട് പേര് ചാനലിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് എഗ് വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ഇല്ല, ചേച്ചി ഞങ്ങൾക്ക് വൊമിറ്റിംഗ് ഇല്ല, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഇല്ല, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസോ ബാക്കിയുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ല, അപ്പൊ ഞങ്ങൾ ഈ മാസവും എക്സ്പെക്ട് ചെയ്യണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരുടെയും ബോഡി ഡിഫറെന്റ് ആണ്. ഈവൻ ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള ലക്ഷണങ്ങൾ ഏതാണോ അത് തന്നെ സെക്കൻഡ് പ്രഗ്നൻസിയിലും ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കൂടി സാധിക്കില്ല. എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് സിംറ്റംസ് എല്ലാം ഭയങ്കര വേഴ്സ് ആയിരുന്നു. കാരണം വൊമിറ്റ് ചെയ്യാൻ ഞാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്റെ ഡെലിവറി ഡേറ്റ് അടുക്കുന്നതിന് ഒരാഴ്ച മുൻപ് വരെ ഞാൻ വൊമിറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ. അതുപോലെ തന്നെ എന്തെങ്കിലും സ്മെല്ല് കേട്ടിട്ട് ഞാൻ വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് എന്റെ സെക്കൻഡ് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് എനിക്ക് വോമിറ്റിംഗ് നന്നേ കുറവായിരുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ സെക്കൻഡ് ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലും വളരെ തുടക്കത്തിൽ തന്നെ വോമിറ്റിംഗ് ഇവിടെ നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത്, എനിക്ക് തല കറങ്ങുന്നത് പോലെയുള്ള സിറ്റുവേഷൻ, ഫെയിന്റിംഗ് ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ
ഈ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയിലും എല്ലാ ലേഡീസിനും ഡിഫറെന്റ് ആവുന്നത് പോലെ തന്നെ ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പലരിലും ഡിഫറെന്റ് ആയിരിക്കും. ചിലവരുടെ ഡേറ്റ് മിസ് ആവുന്നതിന് മുൻപ് തന്നെ തുടങ്ങും, ചിലരിൽ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ തുടങ്ങും, മറ്റു ചിലരിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആയാലും സെക്കൻഡ് ട്രൈമസ്റ്റർ ആയാലും പ്രഗ്നൻസിയുടെ ആയിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി ലക്ഷണങ്ങളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്നവരുണ്ട്, എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിട്ട് അത് PMS ആയി പോയിട്ട് നമുക്ക് ബ്ലീഡിങ് വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കുന്നത് എന്നാണോ നിങ്ങളുടെ ഓവുലേഷൻ കഴിഞ്ഞത് അതിനോട് ഒരു 12 ദിവസം നിങ്ങൾ കൂട്ടുക. ഇപ്പൊ നമുക്ക് ഒരു മാർച്ച് 1 ഓവുലേഷൻ കഴിഞ്ഞതെങ്കിൽ അതിനോടൊരു 12 കൂട്ടുന്ന ഒരു ദിവസം, ആ 12 കൂട്ടുന്ന ആ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നാണോ ആ 12 കൂട്ടുന്ന ദിവസം അത് കഴിഞ്ഞിട്ട് ഒരു 5ാമത്തെ ദിവസം നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തുകൊണ്ട് 5ാമത്തെ ദിവസം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റില് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള ലെവലില് HCG ഹോർമോണിന്റെ അളവ് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലെ ആ 2 ലൈനും പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കാണിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചില സ്ത്രീകളിൽ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ ഒരു ഫെയിന്റ് ലൈൻ കിട്ടുന്നത്. ഫെയിന്റ് ലൈൻ കിട്ടുക എന്ന് പറയുന്നത് ആ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റില് എത്രയാണോ ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള വാല്യൂ ആ ഒരു ലെവലിലോട്ട് നമ്മുടെ ആ ഒരു യൂറിനിലെ HCG ഹോർമോൺ എത്തിയിട്ടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നിങ്ങൾ എന്നാണോ നിങ്ങൾക്ക് പീരീഡ് മിസ് ആവുന്നത് ആ ദിവസത്തിന് മുൻപ് തന്നെ ബീറ്റ HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ബീറ്റ HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ യൂറിനിൽ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനുള്ള വാല്യൂ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബ്ലഡിലും HCG ഹോർമോണിന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ HCG ഹോർമോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഒരു 5 യൂണിറ്റിനൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ 5ൽ താഴെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിരിക്കും, നോൺ പ്രഗ്നന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ആ ഒരു സമയത്തും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ലേറ്റ് ഓവുലേഷനോ ഓവുലേഷൻ നമുക്ക് ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ ഓവുലേഷൻ ഉണ്ടാവുന്നത് ഒരു കൃത്യമായിട്ടുള്ള ദിവസത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ വരുന്നവർക്കൊക്കെ ആ ഒരു ഓവുലേഷന്റെ സമയത്ത് ഇംപ്ലാന്റേഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് പിടിച്ചു കിട്ടുന്നതിനും നമ്മൾ ആ ഒരു HCG ഹോർമോണിന്റെ ലെവല് കിട്ടുന്നതിനും ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മളൊരു പീരിയഡ്സ് മിസ്സായിട്ട് ഒരു 10 ദിവസം ആ ഒരു സമയത്തിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അത്രത്തോളം ഒക്കെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് വളരെ ഏർലി സ്റ്റേജിലൊക്കെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർക്കൊക്കെ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പോസിറ്റീവ് കിട്ടി, ഹെൽത്തി പ്രഗ്നൻസി ആയിരുന്നു, ഡെലിവറി കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പൊ നിങ്ങളും അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു 3 വീക്സ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻസിയുടെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ഇനി ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ തന്നെ പ്രഗ്നൻസി പോസിറ്റീവായിട്ട് കിട്ടുന്നതിനും അത് സഹായിക്കുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.